വെൽക്കം ടു സിനിമ ടോക്കീസ്. സോ എന്റെ പൊന്നു മക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്താണെന്ന് വെച്ചാൽ ഒരു റൊണാൾഡോ ചിത്രം എന്ന മൂവിയെ കുറിച്ചാണ്. സോ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ കണ്ടാൽ ഏകദേശം ഒരു 5 മുതൽ 6 സിനിമ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ ഒരു സിനിമയാണിത്. ഈ സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ഫിലിം മേക്കർ എത്രത്തോളം കഷ്ടപ്പെട്ട ഒരു മൂവി എടുക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിനെ നോക്കിയല്ല ഈ സിനിമ. സോ സിനിമ എന്താണെന്ന് വെച്ചാൽ 2-3 ഷോർട്ട് ഫിലിംസ് നമുക്ക് ഇതിൽ കാണാം. ഇതിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അത് ചില ഓഡിഷനൊക്കെ പോയി അതിൽ തിരഞ്ഞെടുക്കാതെ റിജക്റ്റ് ആയ ഒരു ഡയറക്ടർ അയാൾക്ക് പിന്നെ സെക്കൻഡ് ചാൻസ് ആയിട്ട് ഒരു മെയിൻ മൂവി എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയും ആ മൂവിയെ ബേസ് ചെയ്ത് കൊണ്ടുപോയ ഒരു കഥയാണ് ഇത്. ഈ സിനിമയിൽ മെയിൻ കോൺസെപ്റ്റ് ആയിട്ട് ഇവർ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ലവ് ആൻഡ് റിവെഞ്ച്. സോ ലവിനും റിവെഞ്ചിനും എന്താണ് ബന്ധം എന്നുള്ളത് നല്ല രീതിയിൽ കാണിച്ചിരിക്കും ഈ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടറിൽ ഇന്ദ്രൻസ് വരുന്നുണ്ട്. സോ ക്ലൈമാക്സിൽ ഒരു ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ അയാളുടെ ഒരു കഥയിൽ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ സ്റ്റോറി ലൈന് എന്താന്ന് വെച്ചാൽ വർഷങ്ങളോളം സ്നേഹിച്ച 2 പ്രണയ ജോഡികൾ അവസാനം ഈ പ്രണയം ഒരു മാരേജ് എന്നൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ അവള് കുറച്ച് വെളുത്തിട്ടും നല്ല പൊക്കമുള്ള ഒരു പെണ്ണായിരുന്നു. പക്ഷെ അവള് സ്നേഹിച്ച ആള് കുറച്ച് ഹൈറ്റ് കുറവും നല്ല കളറില്ലാത്ത ഇങ്ങനത്തെ ഒരാളായിരുന്നു. ഇതൊക്കെ ആ മാരേജ് എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അവൾക്കത് ബ്ലോക്കായി. കാരണം അവള് പറഞ്ഞ റീസൺ അങ്ങനെയായിരുന്നു. അയാളെ ബോഡി ഷേമിങ് ചെയ്തു, അയാളുടെ ഹൈറ്റ് പോരാ, അയാളുടെ കളറ് പോരാ, അവള് പ്രസവിക്കുന്ന കുട്ടി അങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ള റീസണൊക്കെ അവന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞപ്പോൾ ആ ഒരു ആണിന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് നല്ല രീതിയിൽ കാണിച്ചു ഈ സിനിമ. സോ ഏതൊരാണിനുണ്ടാവും തന്നെ വിട്ടുപോയ ഒരു പെണ്ണ്, അവളെ കുറിച്ച് എപ്പോഴും ആലോചിക്കും. അവളുടെ കല്യാണം കഴിഞ്ഞു, അപ്പോഴും അവൻ അന്വേഷിക്കും അവള് ഹാപ്പി ആണോ സാഡ് ആണോ. അവള് ഹാപ്പി അല്ല എങ്കിൽ ഇവൻ ഒക്കെയാണ് എന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഇവൻ അവളെ കുറിച്ച് വീണ്ടും ആലോചിക്കും. അവള് ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് ഹസ്ബൻഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഇവനൊരു ഈഗോ ക്ലാഷ് ആകും, ഈഗോ ഹേർട്ട് ആകും. സോ ഇതൊക്കെ നല്ല രീതിയിൽ കാണിച്ച ഒരു സിനിമയാണ് ഒരു റൊണാൾഡോ ചിത്രം. സോ ആ ഒരു പെണ്ണിനെ, ഇങ്ങനെ അവനെ ഇട്ടേച്ച് പോയ ആ പെണ്ണിനെ എത്രത്തോളം റിവെഞ്ച് എടുത്ത് എത്രത്തോളം പ്രതികാരം അവളെ ചെയ്യാൻ പറ്റുമോ അത് അവൻ ചെയ്തു. കാരണം 2-3 ട്വിസ്റ്റുകളൊക്കെ ശരിക്കും ഷോക്കായി ഞാൻ തന്നെ. അങ്ങനത്തെ ട്വിസ്റ്റുകളായിരുന്നു. ഇതൊക്കെ ക്ലൈമാക്സിന്റെ അടുത്തെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു മൂവിയെ ഫീൽ ഗുഡ് മൂവി ആക്കി മാറ്റിയ ഒരു ക്യാരക്ടറാണ് ഇന്ദ്രൻസ്. സോ അയാളുടെ ഒരു കഥ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് നമുക്ക് ആ ക്ലൈമാക്സിലെ മനസ്സിലാവും. അതൊരു ട്വിസ്റ്റ് കൂടെ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. ആ ഡയലോഗ് ഡെലിവറിയും അയാളുടെ ആ ആക്ടിങ്ങും എല്ലാം സൂപ്പറായിരുന്നു. സോ ഈ സിനിമയെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ആവറേജ് മൂവി ആയിട്ട് ഞാൻ കണക്കാക്കിയ ഒരു സിനിമയാണ്. പക്ഷെ എനിക്കിത് ആവറേജ് ആയിട്ടല്ല തോന്നിയത്, ഒരു നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. എന്തായാലും സിനിമ Amazon Primeൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ കാണാൻ. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറയാം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറയാം. മറക്കാതെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം.